കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പും പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്ത, കർഷക സഭ, കർഷക സെമിനാർ എന്നിവയ്ക്ക് തുടക്കമായി. ഞാറ്റുവേല ചന്ത 2024 എന്ന പേരിൽ പുന്നയൂർ കൃഷിഭവൻ ഓഫീസ് പരിസരത്താണ് ഉദ്ഘാടനം നടത്തിയത്. 3 ദിവസങ്ങളിലായി പുന്നയൂർ പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് വിപണന പ്രദർശനശാല നടക്കുക. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കെ ഗംഗാദത്തൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ.എ. വിശ്വനാഥൻ മാസ്റ്റർ, മെമ്പർമാരായ എം.വി. ഹൈദരലി, എം.കെ. അറഫാത്ത്, ഷൈബ ദിനേശൻ, സെലീന നാസർ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നു നടത്തിയ കാർഷിക സെമിനാറിൽ പോൾസൺ വിഷയാവതരണം നടത്തി ക്ലാസ് നയിച്ചു. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയും ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ, കീട, കുമിൾനാശിനികൾ, വിത്തുകൾ, വളക്കൂട്ടുകൾ, ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ, കീടരോഗ നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ചലിക്കുന്ന പ്രദർശനശാലയിൽ ഉണ്ടായിരുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങളായ പഴം, പച്ചക്കറി, പലഹാരങ്ങൾ, പൂച്ചെടികൾ, പച്ചക്കറി തൈകൾ, മറ്റ് വിത്ത് നടീലിനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്ക് വയ്ക്കുവാനും നവീന കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനുമുള്ള രജിസ്ട്രേഷനും ഞാറ്റുവേല ചന്തയിൽ കർഷകർക്ക് അവസരമൊരുക്കിയിരുന്നു. പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നവര അരി ഉപയോഗിച്ചുണ്ടാക്കിയ പായസ വിതരണവും നടന്നു. പരിപാടികൾക്ക് കൃഷിഭവൻ ജീവനക്കാർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം.